ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നമ്മൾ ഷോർട്ടായിട്ട് GPS എന്ന് വിളിക്കുന്ന ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇസ് ദി സിസ്റ്റം വിച്ച് ഷോസ് യുവർ എക്സാക്ട് പൊസിഷൻ ഓൺ ദി എർത്ത് എനി ടൈം ഇൻ എനി വെദർ എനിവെർ. അതായത് നമ്മുടെ എക്സാക്ട് പൊസിഷൻ കാണിച്ചു തരാനായിട്ട് ഏതൊരു ടൈമിലും ഏതൊരു വെതറിലും ആയിക്കോട്ടെ ഏത് സ്ഥലത്തും ആയിക്കോട്ടെ നമ്മൾക്ക് ഒരു എക്സാക്ട് പൊസിഷൻ നമ്മുടെ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന എക്സാക്ട് നമ്മുടെ പൊസിഷൻ കാണിച്ചു തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് GPS എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, GPS നമുക്ക് ഏതൊരാൾക്കും ഒരു റിസീവർ ഉള്ള ഏതൊരാൾക്കും ഈ നമ്മുടെ എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് GPS സോഫ്റ്റ്വെയർ. അറ്റ് എനി ടൈം ഓഫ് ഡേ ഓർ നൈറ്റിലാണെങ്കിലും ഡേയിലാണെങ്കിലും ഏത് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം, ഏത് വെതറിലും നമുക്ക് GPS യൂസ് ചെയ്യാം. സോ GPS-ന് 3 പാർട്സ് ആണുള്ളത്. ഒരു സാറ്റലൈറ്റ് പോർഷൻ ഉണ്ടായിരിക്കും, ഒരു റിസീവർ പാർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ പാർട്ടും ഉണ്ടായിരിക്കും. നമുക്കറിയാം, GPS-ന് നമ്മൾ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് 24 സാറ്റലൈറ്റ്സ് പ്ലേസ്ഡ് ഇൻ ടു ഓർബിറ്റ് ബൈ ദി US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്. അതായത് GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ്. 24 സാറ്റലൈറ്റ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന, അതായത് ഓർബിറ്റിൽ 24 സാറ്റലൈറ്റ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് ഈ GPS എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ്. ദെൻ എങ്ങനെയാണ് ഈ ഒരു GPS സാറ്റലൈറ്റ്സ്, GPS-ന്റെ വർക്കിംഗ് എന്ന് നോക്കാം. നമുക്കറിയാം, GPS സാറ്റലൈറ്റ്സ് ഓർബിറ്റിൽ എന്ത് ചെയ്യും, എർത്തിന് ചുറ്റും ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു GPS സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട്, സർക്കിൾ ചെയ്യുന്നുണ്ട് ഒരു പ്രിസൈസ് ഓർബിറ്റിൽ. എന്നിട്ട് എന്ത് ചെയ്യും, എർത്തിലേക്ക് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ GPS സാറ്റലൈറ്റ്സ് എർത്തിന് ചുറ്റും 2 പ്രാവശ്യം ഒരു പ്രിസൈസ് ഓർബിറ്റിൽ സർക്കിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എർത്തിലേക്ക് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ GPS റിസീവേഴ്സ്, എർത്തിലുള്ള ഈ GPS റിസീവേഴ്സ് ഈ സിഗ്നൽസിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, യൂസറിന്റെ എക്സാക്ട് ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ റിസീവർ പിടിച്ചിട്ടുള്ള യൂസറുള്ള എക്സാക്ട് ലൊക്കേഷൻ ഏതാന്നുള്ളത് ഈ GPS റിസീവേഴ്സ് എന്നിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യും. അതായത് GPS സാറ്റലൈറ്റ്സ് സിഗ്നൽസിനെ സെൻഡ് ചെയ്യും എർത്തിലേക്ക്. എർത്തിലുള്ള GPS റിസീവേഴ്സ് ആ റിസീവേഴ്സിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. യൂസറിന്റെ എക്സാക്ട് ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നമുക്കറിയാം, GPS റിസീവർ എങ്ങനെയാണ് ഈ ഒരു എക്സാക്ട് ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു സിഗ്നൽ സാറ്റലൈറ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന് എടുക്കുന്ന സാറ്റലൈറ്റിന് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും അത് ഈ എർത്തിൽ റിസീവ് ചെയ്യാനും എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളത് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് അത് ഡിസ്റ്റൻസ് എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ഈ ഒരു യൂസർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം, ടൈം ഡിഫറൻസ് ടെൽസ് ദ GPS റിസീവർ ഹൗ ഫാർ എവേ ദ സാറ്റലൈറ്റ്. ഈ ഒരു ടൈം ഡിഫറൻസ്, അതായത് സിഗ്നലിന് എടുക്കുന്ന ടൈം അനുസരിച്ചാണ് നമ്മൾ GPS റിസീവർ എത്രത്തോളം ദൂരെയാണ് ഈ ഒരു സാറ്റലൈറ്റ് ഉള്ളതെന്നും ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ ഓഫ് യൂസറും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടൈം ബേസ് ചെയ്തിട്ടാണ്. ദെൻ നമുക്കറിയാം, GPS സിസ്റ്റത്തിന് 3 സെഗ്മെന്റ്സ് ആണ് നമ്മൾ GPS സിസ്റ്റത്തിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് യൂസർ സെഗ്മെന്റ്, പിന്നെ ഒന്ന് സ്പേസ് സെഗ്മെന്റ്, ദെൻ കൺട്രോൾ സെഗ്മെന്റ്. നമുക്കറിയാം, യൂസർ സെഗ്മെന്റ് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, യൂസർ സെഗ്മെന്റ് എന്ന് പറയുന്നത് യൂസറാണ്. അതായത് ഇത് കൺസിസ്റ്റ് ഓഫ് യൂസർ ആണെന്ന് ഈ ഒരു യൂസർ സെഗ്മെന്റിൽ നമ്മൾ പറയുന്നത്. യൂസർ എന്ത് വേണം, ഒരു GPS റിസീവർ ഉണ്ടായിരിക്കണം. യൂസറിന്റെ അടുത്ത് ഒരു GPS റിസീവർ ഉണ്ടായിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനെ റിസീവ് ചെയ്യാനായിട്ട് ഒരു GPS റിസീവർ ഉണ്ടായിരിക്കണം. ഈ GPS റിസീവർ നമ്മുടെ ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഒരു സാറ്റലൈറ്റ്സിന്റെ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്താണ് GPS റിസീവറിന്റെ ലൊക്കേഷൻ, GPS റിസീവർ ആ ഒരു ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഒരു സിഗ്നൽസിന്റെ ബേസിൽ, സാറ്റലൈറ്റ് അയക്കുന്ന സിഗ്നൽസിന്റെ ബേസിൽ GPS റിസീവർ ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ യൂസർ സെഗ്മെന്റിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന യൂസർ ആണ് വിത്ത് GPS റിസീവർ. ദെൻ നെക്സ്റ്റ് സെഗ്മെന്റ് ആണ് സ്പേസ് സെഗ്മെന്റ്. നമുക്കറിയാം, സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ സ്പേസ് സെഗ്മെന്റ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ്സ് ആണ് സ്പേസ് സെഗ്മെന്റിലുള്ളത്. നമുക്കറിയാം, സ്പേസ് സെഗ്മെന്റിലുള്ളത് സാറ്റലൈറ്റ്സ്
ആണ് സ്പേസ് സെഗ്മെന്റ്. നമുക്കറിയാം സ്പേസിലുള്ള എന്താണ് സാറ്റലൈറ്റ്സ് ആണ്. സോ ആ ഒരു സെഗ്മെന്റ് സാറ്റലൈറ്റ്സിനെ ആണ് ഡീൽ ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം നെക്സ്റ്റ് സെഗ്മെന്റ് ആണ് കൺട്രോൾ സെഗ്മെന്റ്. കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു കൺട്രോൾ സെഗ്മെന്റ് ഗ്രൗണ്ടിലുള്ള ഒരു സെഗ്മെന്റ് ആണ്. അതായത് വേൾഡ് വൈഡ് മോണിറ്റർ ആൻഡ് കൺട്രോൾ സ്റ്റേഷൻസ്, ഈ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ സ്പേസിലുള്ള സാറ്റലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മോണിറ്റർ ആൻഡ് കൺട്രോൾ സ്റ്റേഷൻസ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് കൺട്രോൾ സെഗ്മെന്റ്. കൺട്രോൾ സെഗ്മെന്റ് ഈ ഒരു സാറ്റലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബൈ മോണിറ്റർ ആൻഡ് കൺട്രോൾ സ്റ്റേഷൻസ് ആണ് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഗ്രൗണ്ടിൽ അല്ല കൺട്രോൾ സ്റ്റേഷൻസ് യൂസ് ചെയ്തിട്ടാണ് കൺട്രോൾ സെഗ്മെന്റിൽ നമ്മുടെ സാറ്റലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് കമാൻഡ്സ്, ഈ ഒരു കൺട്രോൾ സ്റ്റേഷൻസ് അവരുടെ പ്രോപ്പറായിട്ട് നമ്മുടെ സാറ്റലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യും. പ്രോപ്പർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യും ത്രൂ കമാൻഡ്സ് കൊടുത്തിട്ട്. അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റ്സിനെ ട്രാക്ക് ചെയ്തിട്ട് അവരുടെ സിഗ്നൽസിന്റെ ട്രാൻസ്മിഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യും. അതുപോലെ എന്നിട്ട് അവർ അനാലിസിസ് നടത്തും. ദെൻ എന്ത് ചെയ്യും, എന്തെങ്കിലും നാവിഗേഷണൽ ഡാറ്റ സാറ്റലൈറ്റിന് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ ഈ ഒരു സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ സെഗ്മെന്റ്. ഗ്രൗണ്ടിലായിരിക്കും കൺട്രോൾ സെഗ്മെന്റ് ഉണ്ടായിരിക്കും. അതായത് കൺട്രോൾ സ്റ്റേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ പല കൺട്രോൾ സ്റ്റേഷൻസും മോണിറ്റർ സ്റ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സാറ്റലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാണ് ഈ ഒരു കൺട്രോൾ സെഗ്മെന്റിൽ ചെയ്യുന്നത്. ദെൻ നമുക്ക് 3 സെഗ്മെന്റ്സ് പഠിച്ചു GPS-ന്റെ. ഒന്ന് യൂസർ സെഗ്മെന്റ്, സ്പേസ് സെഗ്മെന്റ്, ദെൻ കൺട്രോൾ സെഗ്മെന്റ്. യൂസർ സെഗ്മെന്റ് യൂസർ ആയിരിക്കും, സ്പേസ് സെഗ്മെന്റിൽ സാറ്റലൈറ്റ് ആയിരിക്കും, കൺട്രോൾ സെഗ്മെന്റിൽ ഈ സാറ്റലൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോൾ സ്റ്റേഷൻസ് ആയിരിക്കും കൺട്രോൾ സെഗ്മെന്റിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം നെക്സ്റ്റ് പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് GPS ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ്. നമുക്കറിയാം ഫസ്റ്റ് അപ്ലിക്കേഷൻ വരുന്നത് ഏവിയേഷനിലാണ്. നമുക്കറിയാം ഏവിയേഷനിൽ എയർക്രാഫ്റ്റിലൊക്കെ നമ്മൾ GPS റിസീവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പൈലറ്റ്സിന് എന്ത് ചെയ്യുന്നത്, ഈ എയർക്രാഫ്റ്റ് പൈലറ്റ്സിനാണെങ്കിലും പാസഞ്ചേഴ്സിനാണെങ്കിലും എയർക്രാഫ്റ്റിന് റിയൽ ടൈം എയർക്രാഫ്റ്റ് പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് GPS റിസീവേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റിനെ ട്രാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പൈലറ്റിന് എന്തെങ്കിലും വെതർ കണ്ടീഷൻസിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൈലറ്റിന് ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പൊസിഷൻ ട്രാക്ക് ചെയ്ത് പൈലറ്റിന് ഇൻഫർമേഷൻ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ GPS-ന് ഹെൽപ്പ് തേടും. ദെൻ നമുക്കറിയാം മറൈൻ നാവിഗേഷനിൽ എങ്ങനെയാണ് GPS-ന് അപ്ലിക്കേഷൻ വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം മറൈൻ നാവിഗേഷനിൽ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് നമ്മുടെ ബോട്ടിന് ഷിപ്സിനും ബോട്ട്സിനൊക്കെ ട്രാവൽ ചെയ്ത് അവർ ഡെസ്റ്റിനേഷനിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനായിട്ട് നമ്മുടെ GPS റിസീവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്സ് ബോട്ട് captains to enable them to navigate through waters to their destination. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുത്ത് GPS റിസീവേഴ്സ് അവർ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് ഈ ഒരു ബോട്ട്സിനെ ഷിപ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മറൈൻ നാവിഗേഷനിൽ GPS-ന് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫാമിംഗ്. നമുക്കറിയാം ഫാമിങ്ങിലെ GPS റിസീവേഴ്സ് സോയിൽ സാമ്പിൾ ലൊക്കേഷൻസ് മാപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽസ് ഉള്ള ഏരിയാസ് ലൊക്കേറ്റ് ചെയ്യാനൊക്കെയാണ് GPS യൂസ് ചെയ്യുന്നത്. ദെൻ സർവേയിങ്ങിൽ നമുക്കറിയാം ലാൻഡ് ബൗണ്ടറീസ് ഡിറ്റർമൈൻ ചെയ്യാനും കോണ്ടൂർ മാപ്സ് ഡ്രോയിങ് ചെയ്യാനൊക്കെ സർവേയിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി പർപ്പസസ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു GPS ലോഞ്ച് ചെയ്തിരിക്കുന്നതിന് ഡിഫൻസ് പർപ്പസസിന് വേണ്ടിയിട്ടാണ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിരോധ പർപ്പസ്, അതായത് ഡിഫൻസ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും GPS ലോഞ്ച് ചെയ്തത് തന്നെ. സോ പിന്നീട് നമ്മൾ അങ്ങോട്ട് വേറെ മറ്റു പർപ്പസസിന് GPS യൂസ് ചെയ്യാണ് ചെയ്തത്. അതായത് മിലിറ്ററി പർപ്പസസിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇത് ലോഞ്ച് ചെയ്തത്. എന്നാൽ നമ്മൾ വേറെ പർപ്പസസിന് യൂസ് ചെയ്യാറുണ്ട്. സോ മിലിറ്ററി പർപ്പസസിൽ നമുക്കറിയാം ഒരു വാർ നടക്കുന്ന സമയത്ത് സോൾജേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പല വെഹിക്കിൾസിനെയും ലൊക്കേറ്റ് ചെയ്യാനും മിസൈൽസ് ലൊക്കേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു മിലിറ്ററി പർപ്പസസിൽ GPS യൂസ് ചെയ്യുന്നത്. സോ അതുവഴി സോൾജേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും റിസോഴ്സസ് മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു GPS യൂസ് ചെയ്യാം. ദെൻ ഫിനാൻഷ്യൽ സർവീസസിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യും. ബാങ്ക് പോലുള്ള ഫിനാൻഷ്യൽ ഓർഗനൈസേഷന് ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ ഓർഗനൈസേഴ്സിനെയൊക്കെ ഈ ഒരു GPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടെലികമ്മ്യൂണിക്കേഷൻ, അതായത് മൊബൈൽസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു GPS യൂസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷനിൽ നമുക്കറിയാം ടാക്സി സർവീസസിന്, എമർജൻസി വെഹിക്കിൾ ലൊക്കേഷന്, പബ്ലിക് ട്രാൻസ്പോർട്ട് മോണിറ്ററിങ്ങിന്, ഇതിന് വേണ്ടിയൊക്കെ നമ്മൾ GPS യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ട്രാക്കിംഗ് ഫോർ ലോ എൻഫോഴ്സ്മെന്റ്. അതായത് ലോ എൻഫോഴ്സ്മെന്റ്, അതായത് ലോയുടെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ GPS യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ക്രിമിനൽസിനെയും സസ്പെക്ട്സിനൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പോലീസ് യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു GPS-ന്റെ ഹെൽപ്പ് തേടാറുണ്ട്. Then that is tracking for law enforcement. Police use GPS during investigations to catch suspects and criminals. Then ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.